ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിസ്മി കിച്ചണിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് കുക്കുംബർ സലാഡ് ഉണ്ടാക്കാം. അതിന് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. ഞാനിവിടെ 3 കുക്കുംബർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരല്പം പുതിന ഇല വേണം. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ പുതിന ഇലയാണ്. ഇതിനു മുമ്പ് ഒരു ചായയുടെ റെസിപ്പിയിൽ ഞാനത് കാണിച്ചിട്ടുണ്ട്. പുതിന ചായയുടെ റെസിപ്പിയിൽ നമ്മുടെ പുതിനയുടെ മരം കാണിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സവാളയാണ്. ഒരു ചെറിയ മീഡിയം സൈസ് സവാള, പറ്റ കുഞ്ഞേതും അല്ല എന്നാൽ വലുതും അല്ല, ഒരു മീഡിയം സൈസ് സവാള. അതിലേക്ക് 2 പച്ചമുളക്, പിന്നെ നമുക്ക് പുളിക്കനുസരിച്ച് നാരങ്ങയുടെ നീര് വേണം. പകുതി മതിയെങ്കിൽ പകുതി, നിങ്ങൾ എത്ര എടുക്കുന്നോ അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ 2 തക്കാളി, നല്ല പുളിയുള്ള തക്കാളി ആണെങ്കിൽ നാരങ്ങ പകുതി ചേർത്താൽ മതിയാകും. പുളിയില്ലാത്ത തക്കാളിയാണെങ്കിൽ ഒരു നാരങ്ങയും ചേർത്ത് കൊടുക്കുക. നമ്മളെടുക്കുന്ന സാലഡിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് നാരങ്ങയുടെ അളവിന് വ്യത്യാസം വരും. പിന്നെ നമുക്ക് കുറച്ച് 1 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ വേണം. പിന്നെ അതിലേക്ക് ഉപ്പും വേണം. ഇത്ര സാധനങ്ങളാണ് നമ്മൾ കുക്കുംബർ സലാഡ് ഉണ്ടാക്കുന്നത്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. നമ്മൾ കുക്കുംബർ ഇതേപോലെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടാം. ഞാനിങ്ങനെ 4 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ ഉണ്ടോ, ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് കുക്കുംബർ കട്ട് ചെയ്തു. ഇനി സവാള കട്ട് ചെയ്ത് ചേർക്കാം. കുക്കുംബർ കട്ട് ചെയ്ത് അതേപോലെ തന്നെ നമുക്ക് സവാളയും കട്ട് ചെയ്തെടുക്കാം. ക്യൂബായി കട്ട് ചെയ്തിടാം. ഇനി നമുക്ക് തക്കാളി കട്ട് ചെയ്തിടാം. ഇനി നമുക്ക് പച്ചമുളകും ഇതേപോലെ വട്ടത്തിൽ കട്ട് ചെയ്ത് ചേർക്കാം. ഇനി നമുക്ക് പുതിനയില ചേർത്ത് കൊടുക്കാം. പുതിനയില ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് പറ്റ കുഞ്ഞാക്കി കട്ട് ചെയ്യണ്ട, അല്ല ഒരല്പം ഒന്ന് 2 ആക്കിയിട്ട്, ഒരല്ല 2 ആക്കിയിട്ട് ആ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പുതിനയില നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമുക്ക് പുതിനയിലയുടെ ടേസ്റ്റ് കുറച്ച് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതലും നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പുതിനയിലൊക്കെ നല്ല ഹെൽത്തി ആയ ഒന്നാണല്ലോ. ഇനി നമുക്കിതിലേക്ക് പകുതി നാരങ്ങ ചേർത്ത് കൊടുക്കാം. നാരങ്ങയുടെ ജ്യൂസ്
ഒന്ന് പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. തക്കാളിക്ക് അത്യാവശ്യം പുളിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പകുതി നാരങ്ങ എടുത്തത്. ഇതിലേക്ക് നമുക്ക് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. മുക്കാൽ ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അര സ്പൂണ് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ദിവസവും നമ്മൾ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ സാലഡൊക്കെ നമ്മുടെ ഭക്ഷണത്തിനൊപ്പം ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. ബ്ലാക്ക് പെപ്പർ പൗഡറാണ്, അതുകൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറയാൻ മറന്നുപോയതാണ്, കാണിക്കാൻ മറന്നുപോയതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് പെപ്പർ പൗഡർ നിർബന്ധമൊന്നുമില്ല കേട്ടോ, അത് ഓപ്ഷണലാണ്. അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമുക്കിതുപോലെ സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഈ കുക്കുംബർ സാലഡിൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.